ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ഒരു ആർമി ഓഫീസർ. മീറ്റ് ഋഷഭ് സിംഗ് സാംപയ. 2018 മുതൽ രാജ്യത്തിനായി സേവനമനുഷ്ഠിക്കുന്ന മോസ്റ്റ് സെൻസേഷണൽ ആർമി ഓഫീസർ. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ വീഡിയോസും ഫോട്ടോസും സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി സ്പ്രെഡ് ആയതിനുള്ള റീസൺ മേജർ ഋഷഭ് സിംഗ് ട്രെൻഡ്സ് ഇൻ സോഷ്യൽ മീഡിയ. ലുക്കും ഫിറ്റ്നസും കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരാധക വൃന്ദം മേജർ ഋഷഭ് സിംഗിനുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ. മുഖഭാവവും പഴയ ബോളിവുഡ് താരങ്ങളെ പോലുള്ള ലുക്കും ഫിറ്റ്നസുമാണ് അദ്ദേഹത്തിന് ആരാധകരെ നേടിക്കൊടുക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം എല്ലായ്പ്പോഴും ഇന്ത്യൻ കരസേനയുടെ യൂണിഫോമിൽ കാണപ്പെടുന്ന വ്യക്തി. അതിനുമപ്പുറത്തേക്ക് ഒരുപാട് പേർക്ക് ഇൻസ്പയർഡ് ആയേക്കാവുന്ന റിയൽ സ്റ്റോറിയുണ്ട് മേജർ ഋഷഭ് സിംഗ് സാംപയാലിന്റെ ആ യൂണിഫോമിന് പിന്നിൽ. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഈ പ്രദേശങ്ങളിൽ വസിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ക്ഷത്രിയ വംശമാണ് ദോഗ്ര രജപുത്. ദോഗ്ര രാജവംശം ഇവരുടെ ജാംവാൽ ഗോത്രത്തിൽപ്പെട്ട ഒന്നായിരുന്നു. സിഖ് സാമ്രാജ്യത്തിന്റെ തലവനായിരുന്ന മഹാരാജ രജിത് സിംഗിന്റെ സദസ്സിലെ പ്രമുഖനായിരുന്ന ഗുലാബ് സിംഗ് ആണ് ഈ വംശത്തിന്റെ സ്ഥാപകൻ. 1846 ബ്രിട്ടീഷുകാരുമായി ഒപ്പുവെച്ച അമൃത്സർ ഉടമ്പടി പ്രകാരം അദ്ദേഹം ജമ്മു കശ്മീരിലെ സ്വതന്ത്ര മഹാരാജാവായി. ഈ രാജകുടുംബത്തിലെ അംഗമായാണ് ഋഷഭ് സിംഗ് സാംപയാലിന്റെ ജനനം. ഈ സമൂഹത്തിൽ നിന്നുള്ള ഒട്ടേറെ പേരാണ് ഇന്ന് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നത്. ധീരതയുടെ കഥകൾ കേട്ടാണ് അദ്ദേഹവും വളർന്നത്. അങ്ങനെയാണ് സൈന്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതികഠിനമായ പരിശീലനങ്ങൾ, വ്യായാമങ്ങൾ. ഒടുവിൽ 2021 ജാട്ട് റെജിമെന്റിൽ ക്യാപ്റ്റനായിരിക്കെയാണ് അദ്ദേഹം ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. അന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ തന്റെ റെജിമെന്റിനെ നയിച്ച അദ്ദേഹത്തിന്റെ സംഘത്തിനായിരുന്നു മികച്ച മാർച്ചിംഗ് കണ്ടിജന്റ് ട്രോഫി ലഭിച്ചിരുന്നത്. രജിപത്തിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച പരേഡായിരുന്നു ഋഷഭ് സിംഗ് സാംപയാലും മറ്റു സൈനികരും അന്ന് നടത്തിയത്. ഇന്ത്യൻ സൈന്യത്തിലെ പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോയാണ് മേജർ ഋഷഭ് സിംഗ് എന്ന്. നിലവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ AD ക്യാമ്പായി അദ്ദേഹം സേവനം ചെയ്യുന്നു. മികച്ച സേവന പാരമ്പര്യമുള്ളവരും കഠിനമായ സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവരുമായ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. മേജർ സാംപയാലിന്റെ മികവ് പരിഗണിച്ചാണ് ഈ സുപ്രധാന ചുമതല അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ നിഴൽ പോലെ കൂടെയുള്ള മേജർ ഋഷഭ് സിംഗിനെ സ്വന്തം മകനെ പോലെയാണ് ദ്രൗപദി മുർമു പരിഗണിക്കുന്നത്. മഴ നനഞ്ഞുകൊണ്ട് പ്രസിഡന്റിനെ കുടക്കീഴിൽ നിർത്തി അകമ്പടി സേവിക്കുന്ന ഋഷഭ് സിംഗ് സാംപയാലിന്റെ ഫോട്ടോ ഇന്നും ഇൻസ്റ്റഗ്രാമുകളിൽ തരംഗമാണ്. പ്രസിഡന്റ്, ഗവർണർമാർ തുടങ്ങിയവരുടെ പേഴ്സണൽ അസിസ്റ്റന്റായി ഒരു ADC അല്ലെങ്കിൽ AD ക്യാമ്പ് ഉണ്ടാകും. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സുരക്ഷാ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ഇവരുടെ ചുമതലയാണ്. അതിനൊപ്പം അവരുടെ ഔദ്യോഗിക യാത്രകളും മറ്റും ഏകോപിപ്പിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും ADCയുടെ ചുമതലയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അദ്ദേഹത്തോടുള്ള മാതൃവാത്സല്യത്തെക്കുറിച്ചും മേജർ ഋഷഭ് സിംഗിന്റെ വ്യക്തിത്വത്തിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചും വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പമുള്ള ഔദ്യോഗിക ചടങ്ങുകളിൽ അദ്ദേഹം കാണിച്ച അച്ചടക്കവും കരുതലും, മഴയിൽ കുടപിടിച്ചു നൽകിയതും തൂവാല കൈമാറിയതുമായ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ തരംഗമായി. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസവും പെരുമാറ്റവും വലിയ രീതിയിലുള്ള പൊതുപ്രശംസയും ശ്രദ്ധയും നേടി. ഈ പദവിയിൽ രാഷ്ട്രപതിയെ ഔദ്യോഗികവും ഭരണപരവുമായ കാര്യങ്ങളിൽ സഹായിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചുമതല. കരസേന, നാവികസേന, വ്യോമസേന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹം ഈ സ്ഥാനം വഹിക്കുന്നു. അടുത്തിടെ സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രശസ്തി സായുധ സേനയോടുള്ള പൊതുജനങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മേജർ സാംപയാലിന്റെ ജീവിതം പ്രൊഫഷണലിസം, അർപ്പണബോധം, ധീരത എന്നിവയുടെ പ്രതീകമാണത്. അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യയുടെ സൈനിക പൈതൃകത്തെ പുതിയ തലമുറയുമായി ബന്ധിപ്പിക്കുകയും രാജ്യത്തിന് സേവനം ചെയ്യുന്നതിനുള്ള പ്രചോദനമായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രസിഡന്റിന്റെ ADC ആയി സേവനമനുഷ്ഠിക്കുന്ന സാംപയാൽ ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ പദവികളിൽ ഒന്നാണ് വഹിക്കുന്നത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിനിടെ രാഷ്ട്രപതിക്ക് അരികിലിരുന്ന് വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഋഷഭ് സിംഗിന്റെ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തിരുന്നു. കേവലം ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഒരു മകന്റെ കരുതലോടുകൂടി അദ്ദേഹം രാഷ്ട്രപതിയെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം.
മാർച്ച് 31-നാണ് അദ്ദേഹം ജനിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. വർഷം ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടില്ല. ഇത്തരം സെൻസിറ്റീവ് റോളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് വിവരങ്ങളില്ലാത്തത് സാധാരണമാണ്. അതാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥരുടെ വ്യക്തിജീവിതം പുറത്തുവിടാതിരിക്കുന്നതും രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ മേജർ ഋഷഭ് സിംഗ് സാംപയാലിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമാണ് ഇന്റർനെറ്റുകളിൽ ലഭിക്കുക.